റിലേഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് അതർ സോഷ്യൽ സയൻസസ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാസ്റ്റ് സെഞ്ച്വറിയിൽ എമർജ് ചെയ്തു വന്നതാണ്. വളരെ റീസെൻ്റായിട്ട് എമർജ് ചെയ്തു വന്ന ഒരു ശാസ്ത്രശാഖയാണ്. പണ്ടുകാലത്ത് പൊളിറ്റിക്കൽ സയൻസ് ഈസ് ഓൾസോ ദ പാർട്ട് ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ഈ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ സോഷ്യൽ സയൻസിൽ നിന്ന് തന്നെയാണ്, സോഷ്യൽ സയൻസിനെ തന്നെയാണ് എല്ലാ സബ്ജക്റ്റുകളും ഇൻ്റർഡിപ്പെൻഡ് ചെയ്യുന്നതും ഇൻ്റർ കണക്ട് ചെയ്യുന്നതും. കാരണം സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൽ നിന്നാണ് ഈ എല്ലാ സബ്ജക്റ്റുകളും വന്നിട്ടുള്ളത്. സെയിം റൂട്ടിൽ നിന്നാണ്, സോഷ്യൽ സയൻസിൻ്റെ സെയിം വേരിൽ നിന്നാണ് എല്ലാ സബ്ജക്റ്റുകളും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവ തമ്മിൽ പരസ്പരം എല്ലാ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. അതായത് സോഷ്യൽ സയൻസിൻ്റെ സബ്ജക്റ്റായ ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി, ജോഗ്രഫി, എത്തിക്സ്, സൈക്കോളജി എല്ലാമായിട്ട് വളരെ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സും സെയിം റൂട്ടിൽ നിന്ന്, സോഷ്യൽ സയൻസിൻ്റെ സെയിം റൂട്ടിൽ നിന്ന് വന്നതായതുകൊണ്ട് പൊളിറ്റിക്സിനും ഈ എല്ലാ സബ്ജക്റ്റുകളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മറ്റ് സബ്ജക്റ്റുകളുടെ റിലേഷൻഷിപ്പ് പഠിക്കുന്നത്. സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റം മാത്രമല്ല ഇവിടെ പഠിക്കുന്നത്. ഒരു എക്കണോമിക്സ് ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് പ്രസൻറ്റ് ഗവൺമെൻറ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പൊളിറ്റിക്സിൽ, അതും കൂടെയാണ് നമ്മൾ പൊളിറ്റിക്സിൽ പഠിക്കുന്നത്. അപ്പം മറന്നു പോകേണ്ടാത്തൊരു കാര്യം, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഏത് റൂട്ടിൽ നിന്ന് വന്നതാണ്? സോഷ്യൽ സയൻസിൻ്റെ റൂട്ടിൽ നിന്ന് വന്നതാണ്. അതായത് അതുകൊണ്ടാണ് മറ്റുള്ള സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളായ മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് പൊളിറ്റിക്കൽ സയൻസിന് ബന്ധമുള്ളത്. അതുപോലെ തന്നെ തിരിച്ചു അവരും തമ്മിൽ ബന്ധമുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം ഒരേ അമ്മ പെറ്റ മക്കൾ പോലെയാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്. ഹിസ്റ്ററി നമുക്കറിയാം, ഇറ്റ് ഈസ് എ റെക്കോർഡ് എടുത്ത ദ പാസ്റ്റ് ഇവൻറ്റ്. പണ്ടത്തെ കാര്യങ്ങളാണ് ഹിസ്റ്ററിയിൽ എപ്പോഴും എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ട്രഷർ ഹൗസസ് ഓഫ് നോളജാണ്, ബണ്ടിൽ ഓഫ് നോളജാണ്. നിധി പോലെ അറിവ് പെൻഡിങ് കിടക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ടൈമിൻ മെമ്മോറിയാണ്, ടൈമിന് കാലത്തിനും അതീതമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ദെയർഫോർ ഹിസ്റ്ററി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കുന്ന സ്റ്റുഡൻസിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്നു, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നൊക്കെ പഠിക്കുന്നത് എവിടെ നോക്കിയിട്ടാണ്? ഹിസ്റ്ററി നോക്കിയിട്ടാണ്. ആദ്യമായിട്ട് ഈ ഹിസ്റ്ററിയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഐഡിയാസ് ആദ്യമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രീക്ക് കാലഘട്ടം മുതലാണ്. ഗ്രീക്ക് ഫിലോസഫേഴ്സായ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, അവരുടെയൊക്കെ കാലഘട്ടം മുതലാണ് ഈ കറക്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് പൊളിറ്റിക്സ് അരിസ്റ്റോട്ടിൽ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചരിത്രത്തിലെ ഹിസ്റ്ററിയുടെ കാലഘട്ടത്തെ പുരാതന കാലഘട്ടം, നവീന അതായത് പുരാതന കാലഘട്ടം, മധ്യകാലഘട്ടം, നവീന കാലഘട്ടം എന്ന് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ പുരാതന കാലഘട്ടങ്ങളിൽ നമ്മൾ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് ഗ്രീക്ക് വഴിയാണ്. അതായത് അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ തുടങ്ങിയുള്ള ഫിലോസഫേഴ്സ്. മധ്യകാലഘട്ടങ്ങളിലെ ക്രിസ്ത്യൻ ഫിലോസഫേഴ്സാണ്, പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സാണ്. ആരൊക്കെയാണ്? സെൻറ്റ് അഗസ്റ്റിൻ, സെൻറ്റ് തോമസ് അക്വിനാസ്, അങ്ങനെയുള്ള ആൾക്കാരുടെ ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹിസ്റ്ററി പഠിക്കുന്നത്. ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പൊളിറ്റിക്സ് പഠിക്കുന്നത്. കാരണം റിലേഷൻഷിപ്പ് അല്ലേ പറയുന്നത്. അപ്പം ഇതിൽ നിന്നാണ് അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് മോഡേൺ ഫിലോസഫേഴ്സായ ഹോബ്സ്, ലോക്ക്, റൂസോ, ഇവരിൽ നിന്ന് സിവിൽ വാർ എന്താണ്, അതുപോലെ തന്നെ ഹ്യൂഗോ ക്രോഷ്യസിൻ്റെ റെവല്യൂഷൻസ്. ഹ്യൂഗോ ക്രോഷ്യസ് ആരാണ്? ഫാദർ ഓഫ് ഹിസ്റ്ററിയാണ്. അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്നൊക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മൾ പക്ഷേ ഇവരുടെ റിലേഷൻഷിപ്പ് എന്താ, ഇവരെടുക്കുന്നത് ഹിസ്റ്ററിയിൽ എഴുതി വയ്ക്കുന്ന പൊളിറ്റിക്കൽ കാര്യങ്ങളാണ് എടുക്കുന്നത്. അങ്ങനെയാണ് റിലേഷൻഷിപ്പ് കിടക്കുന്നത്. ഫ്രഞ്ച് റെവല്യൂഷൻസ്, അതുപോലെ ഇംഗ്ലണ്ടിലെ റെവല്യൂഷൻസ്, അതുപോലെ തന്നെ ഒരുപാട് പൊളിറ്റിക്കൽ തിയറീസ് പണ്ട് കാലത്തെ ഹിസ്റ്റോറിയൻസ് അഡോപ്റ്റ് ചെയ്ത പൊളിറ്റിക്കലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പൊളിറ്റിക്കൽ തിയറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഹിസ്റ്ററിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, ഫ്രീമാൻ പറയുന്നത്, ഹിസ്റ്ററി എന്ന് പറയുന്നത് ഓൾറെഡി പാസ്റ്റ് പൊളിറ്റിക്സ് തന്നെയാണ്, പണ്ട് കാലത്തെ പൊളിറ്റിക്സ് തന്നെയാണ് ഹിസ്റ്ററി. ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ പൊളിറ്റിക്സ് എന്താണ്? ഹിസ്റ്ററി പണ്ട് കാലത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന പ്രസൻറ്റ് ഹിസ്റ്ററിയാണ്. ഇപ്പം നടക്കുന്ന കാര്യം, പ്രസൻറ്റിൽ നടക്കുന്ന കാര്യം, അത് ഹിസ്റ്ററി ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എന്താണ് പറയുന്നത്, രണ്ടും അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് ഉള്ളത്. അപ്പം 3 കാലങ്ങൾ പറഞ്ഞു, 3 പീരീഡ് പറഞ്ഞു. തോമസ് ഹോബ്സിൻ്റെ കാര്യം, പിന്നെ ഇപ്പോൾ ആരെയാണ്,
പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ പറഞ്ഞു, സെൻറ്റ് തോമസ് അഗസ്റ്റിൻസ് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക്സും ഇവർ ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്കൽ സബ്ജക്റ്റാണ്. ഇപ്പം കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രത്തിനകത്ത് എന്താ പറയുന്നത്? വെൽത്തിനെ കുറിച്ച്, അതുപോലെ സ്റ്റേറ്റുകൾ എങ്ങനെ ഭരിക്കുന്നു, അതൊക്കെ എന്താണ് പൊളിറ്റിക്സും എക്കണോമിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്. ആൻഡ് ഓൾസോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ട്രീറ്റഡ് ആസ് എക്കണോമിക്സ്. പൊളിറ്റിക്സിനെ അരിസ്റ്റോട്ടിൽ പറയുന്നത് ഇൻ ഹിസ് പൊളിറ്റിക്സ് Aristotle treated as economics as the art of managing household and constitute inseparable political philosophy. എന്ന് വെച്ചാൽ എന്താണ് അദ്ദേഹം പറയുന്നത്? എക്കണോമിക്സ്, അരിസ്റ്റോട്ടിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എക്കണോമിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഹൗസ് ഹോൾഡ്, അതായത് കുടുംബങ്ങൾ തമ്മിലുള്ള ആൾക്കാരുടെ എക്കണോമിക്കൽ അഫയേഴ്സിനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ എക്കണോമിക്സും പൊളിറ്റിക്സും തമ്മിൽ ഒരിക്കലും ഇൻസെപ്പറബിളായിട്ട് ആക്കാൻ പറ്റത്തില്ല, സെപ്പറേറ്റ് എടുക്കാൻ പറ്റില്ല. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പൊളിറ്റിക്സിനകത്ത് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജോൺ സ്റ്റുവർട്ട് മില്ല് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്ന ഒരു ജോൺ മില്ലിൻ്റെ അതായത് ജെ.എസ്. മില്ലിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി എന്ന് വെച്ചാൽ എന്തോ പൊളിറ്റിക്കൽ എക്കണോമിയുടെ പ്രിൻസിപ്പിൾസ് എന്താണ്, പൊളിറ്റിക്കൽ ഐഡിയാസ് എന്താണെന്നൊക്കെയാണ് അയാളുടെ വർക്ക്സിനകത്ത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം പൊളിറ്റിക്സും എക്കണോമിക്സും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ആ ബുക്കിൻ്റെ പേര് തന്നെ നോക്കൂ. ദെയർ വാസ് എ സബ്ജക്റ്റ് ടു എമർജ് വിത്ത് 2 ഡിസിപ്ലിൻസ് കോൾഡ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമി. 2 പ്രധാനപ്പെട്ട സബ്ജക്റ്റ്, പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്നത് ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട സബ്ജക്റ്റാണുള്ളത്. പൊളിറ്റിക്സും ഉണ്ട്, എക്കണോമിയും ഉണ്ട്. ഇറ്റ് കവേഴ്സ് ദ എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ, സ്റ്റേറ്റ് ക്രാഫ്റ്റ്. ഇതിനകത്ത് പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്ന ആ സബ്ജക്റ്റിനകത്ത് പറയുന്നത് എന്താണ്? ഒന്ന് പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിനെ കുറിച്ചും, എക്കണോമി എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിനെ കുറിച്ചും. അപ്പോൾ സ്റ്റേറ്റിലുള്ള എക്കണോമിക് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്, സ്റ്റേറ്റിലുള്ള എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻസിനെ കുറിച്ചിട്ട്. മെനി പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ദ ക്വസ്റ്റ്യൻ ഓഫ്, പല പൊളിറ്റിക്കൽ സയൻസുകളും പ്രൊഡക്ഷനെ കുറിച്ചും ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും എക്സ്ചേഞ്ചിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചും പ്രൈവറ്റ് പ്രോപ്പർട്ടിനെ കുറിച്ചും ഒക്കെ പഠിക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്താണ്? പൊളിറ്റിക്സ് തന്നെയാണ്. ദിസ് എ ഡോക്ടറിൻ ഓഫ് സോഷ്യലിസം ബ്രോട്ട് പൊളിറ്റിക്സ്. സോഷ്യലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബ്രോട്ട് ചെയ്തുകൊണ്ട് പൊളിറ്റിക്സിലാണ്. എക്കണോമിക്സ് വെരി ക്ലോസ്ലി ഈ സോഷ്യലിസം എന്ന് പറയുന്നത് എക്കണോമിക്സുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ട് ഒരു ശാസ്ത്രശാഖയാണ്. ടുഡേ പബ്ലിക് എക്കണോമി ഹാസ് എ സബ്ജക്റ്റ് ടു പൊളിറ്റിക്സ്. ഇപ്പോഴത്തെ നമ്മുടെ പബ്ലിക് എക്കണോമി എന്ന് പറയുന്നത് പൊളിറ്റിക്സിൻ്റെ ഒരു സബ്ജക്റ്റ് തന്നെയാണ്. കാരണം ബഡ്ജറ്റ് പൊളിറ്റിക്സ് അല്ലേ ഉണ്ടാക്കുന്നത് ബഡ്ജറ്റ്. ആൻഡ് ഓൾസോ an inequality in income and wealth and rampant exploitation, corruption, financial crisis, national global economy എല്ലാം പൊളിറ്റിക്സിൽ പഠിക്കുന്നു. അതാണ് ഇവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ പറയുന്നത് എന്താണ്? പൊളിറ്റിക്സിനെ കുറിച്ചും പഠിക്കുന്നു, പൊളിറ്റിക്സിനെ കുറിച്ച് സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുന്നു, അതുപോലെ സാമ്പത്തിക ഇതിനെക്കുറിച്ച് പഠിക്കുന്നു, സ്റ്റേറ്റിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, അതുപോലെ തന്നെ ഇൻകത്തെ കുറിച്ച്, സ്റ്റേറ്റിൻ്റെ ഇൻകം, സ്റ്റേറ്റിൻ്റെ വെൽത്ത്, സ്റ്റേറ്റിൻ്റെ കറപ്ഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പൊളിറ്റിക്സും പഠിക്കുന്നു. അതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് പോലെ തന്നെ, പൊളിറ്റിക്കൽ സയൻസ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് റീസെൻറ്റ് ഒറിജിൻ ചെയ്തതാണ്. സോഷ്യോളജി എന്താ ഡീൽ ചെയ്യുന്നത്? സോഷ്യോളജി ഡീൽസ് വിത്ത് ദ ഒറിജിൻ, എവല്യൂഷൻ, സ്ട്രക്ചർ ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ സൊസൈറ്റി. ആ വാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് സോഷ്യോളജി ഡീൽ ചെയ്യുന്നത് എന്താണ്? ഒറിജിൻ, എവല്യൂഷൻ, സ്ട്രക്ചർ. ഒരു സൊസൈറ്റി എങ്ങനെ ഒറിജിൻ ചെയ്ത് വന്നു, ഒരു സൊസൈറ്റി എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു, ഒരു സൊസൈറ്റിയുടെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, സൊസൈറ്റിയുടെ ആക്ടിവിറ്റി എന്തൊക്കെയാണ്. അപ്പോൾ പൊളിറ്റിക്സിൻ്റെ ബന്ധം വരുന്നത് നോക്കണം. ഇതൊക്കെയാണ് സോഷ്യോളജി പഠിക്കുന്നത്. അപ്പം എ ഗുഡ് നമ്പർ ഓഫ് സോഷ്യൽ തിയറിസ്റ്റുകൾ അതായത് മാക്സ് വെബർ, ചാൾസ് മെർമിയൻ എന്ന് പറയുന്ന അവരെല്ലാവരും, അതായത് ഈ സോഷ്യോളജിയുടെ ഫാദർ ആരാണ്? ഈ അഗസ്റ്റസ് കോംഡെയാണ് സോഷ്യോളജിയുടെ ഫാദർ. മാക്സ് വെബർ എന്നൊക്കെ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സോഷ്യൽ ഫിലോസഫേഴ്സാണ്, അല്ലെ സോഷ്യോളജിസ്റ്റാണ്. ഇവരെന്ത് ചെയ്യാണ്? ഇവർ പൊളിറ്റിക്സുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇവർ പറയുന്നുണ്ട്, ഇൻ ദ പീരീഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ ന്യൂ സബ്ജക്റ്റ് എമർജ് ദ നെയിം ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പൊളിറ്റിക്കൽ എക്കണോമി പോലെ തന്നെ രണ്ടാമത്തെ ലോക മഹായുദ്ധ കാലത്ത് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്തു വന്നു. ഇവരുടെ റിലേഷൻഷിപ്പാണ്. സോഷ്യോളജി എന്ന് പറയുന്നത് അറിയാം, നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ദ സയൻസ് ഓഫ് ദ സൊസൈറ്റിയാണ് സോഷ്യോളജി ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ അസോസിയേഷൻസിനെ കുറിച്ചാണ്. ഹ്യൂമൻ അസോസിയേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ അസോസിയേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി, അതുപോലെ തന്നെ സ്റ്റേറ്റ്, ഇൻഡിവിജ്വൽ, അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസും ഡീൽ ചെയ്യുന്നത്. പൊളിറ്റിക്കൽ സയൻസ് എന്താണ് ഡീൽ ചെയ്യുന്നത്? പൊളിറ്റിക്കൽ സയൻസിന് ഈ
ഇതിനെക്കുറിച്ച് തന്നെയാണ് സോഷ്യോളജി, അതായത് മനുഷ്യനെക്കുറിച്ച്, മനുഷ്യൻ്റെ ഓർഗനൈസേഷനെക്കുറിച്ച്, അസോസിയേഷനെ കുറിച്ചിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ ബോത്ത് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജി അറ്റംപ്റ്റ് ടു ഗിവ് എക്സ്പ്ലനേഷൻ ടു വൈ പൊളിറ്റിക്കൽ സോഷ്യോളജി ആയാലും പൊളിറ്റിക്കൽ സയൻസ് ആയാലും അവർ പറയുന്നത് എന്താണ്, മനുഷ്യൻ എന്തുകൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ ബീയിങ് ആയത്, പൊളിറ്റിക്കൽ ബീയിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജി മ്യൂച്വലി കോൺട്രിബ്യൂട്ടറി, രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അതുപോലെ തന്നെ സോഷ്യോളജി ഡിറൈവ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സയൻസ് നോളജിനെ കുറിച്ചിട്ടാണ്. അതായത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ നോളജ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ എന്താണ്, ആക്ടിവിറ്റി എന്താണ്, സ്റ്റേറ്റ് എന്താണ്, അത് തന്നെയാണല്ലോ സോഷ്യോളജി. ആൻഡ് ഓൾസോ സോഷ്യോളജി ഈസ് ദ ലാർജ് മെഷർ ഓഫ് നോളജ് ഓഫ് സൊസൈറ്റിയെ കുറിച്ചിട്ട് ഒരുപാട് ലാർജായിട്ട് പഠിക്കുന്നതാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ലോയെക്കുറിച്ചും സോഷ്യൽ കൺട്രോളിനെ കുറിച്ചും അതോറിറ്റിയെക്കുറിച്ചും പഠിക്കുന്നു. സോഷ്യോളജി ഒരു വലിയൊരു സബ്ജക്റ്റാണ്, വൈഡ് സബ്ജക്റ്റാണ്, സൊസൈറ്റിയെക്കുറിച്ച് മൊത്തം പഠിക്കും. പക്ഷേ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സൊസൈറ്റിയെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, അതോറിറ്റിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, സോഷ്യൽ കൺട്രോളിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, നിയമത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് രണ്ടും റിലേഷനാണ്. ഇനി പൊളിറ്റിക്കൽ സയൻസും സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അതായത് നമ്പർ ഓഫ് തിയറീസ് സോട്ട് ടു ഇൻറ്റിഗ്രേറ്റ് പൊളിറ്റിക്കൽ സയൻസ് വിത്ത് സൈക്കോളജി. ഒരുപാട് തിയറീസ്, പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരുപാട് തിയറീസ് സൈക്കോളജിയുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പർട്ടിക്കുലർലി സോഷ്യൽ സൈക്കോളജി. അപ്പോൾ നമ്മൾ മറന്നു പോയത് പൊളിറ്റിക്കൽ എക്കണോമി, സോഷ്യൽ എക്കണോമിക്സ്, സോഷ്യൽ പൊളിറ്റിക്സ്, പൊളിറ്റിക്കൽ സോഷ്യോളജി, അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ എമർജ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസും സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. പർട്ടിക്കുലർലി നമ്മൾ സോഷ്യൽ സൈക്കോളജി പഠിക്കുമ്പോൾ, അതായത് ഇൻ ഹ്യൂമൻ നാച്ചർ ഇൻ പൊളിറ്റിക്സ് എന്നൊരു ബുക്കിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, പൊളിറ്റിക്സ് ഈസ് ഓൺലി ഇൻ എ സ്ലൈറ്റ് ഡിഗ്രി ദ പ്രോഡക്റ്റ് ഓഫ് കോൺഷ്യസ് റീസൺ. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഉപബോധ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സ്ലൈറ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാകുന്ന ഒരു സ്ലൈറ്റ് ഡിഗ്രി ഓഫ് പ്രോസസ്സാണ് പൊളിറ്റിക്സ് എന്നാണ് ആര് പറയുന്നത്? ഈ ഒരു ഗ്രാഹാം വാൾസ് പറയുന്നത്. കാരണം നമ്മളെ ഉപബോധ മനസ്സിലുണ്ടാകുന്നതാണ്. കാരണം നമ്മളെ മനസ്സിലല്ലേ ഇതൊക്കെ വരുന്നത്, രാജ്യം എന്താണ്, പൊളിറ്റിക്സ് എന്താണ്, പാർട്ടി എന്താണ്, സിസ്റ്റം എന്താണ്. അതുപോലെ തന്നെ ഇറ്റ് ലാർജ്ലി മാറ്റർ ടു സബ് കോൺഷ്യസ് പ്രോസസ്സ്. നമ്മുടെ സബ് കോൺഷ്യസ് പ്രോസസ്സിനകത്താണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അത് എങ്ങനെയാണ്? നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ ഇൻസ്റ്റൻസ്, നമ്മുടെ സജഷൻസ്, നമ്മുടെ ഇമിറ്റേഷൻസ്, ഇതെല്ലാം മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ. നമ്മുടെ ശീലങ്ങൾ, നമ്മൾ ഇന്ന പാർട്ടിക്ക് വോട്ട് കൊടുക്കുകയുള്ളൂ, അത് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സജഷൻസ്, ഇതെല്ലാം എന്താണ്? മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദ സെയിം വേ the scholar like റിവേഴ്സ് സൈക്കോളജി ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് ഹറോൾഡ് ലാസ്വെൽ ദ സൈക്കോളജി ആൻഡ് പൊളിറ്റിക്സ്. അതായത് എന്താണ്? ഇതുപോലെ തന്നെ എങ്ങനെയുള്ള സ്കോളേഴ്സാണ് അവർ റിവേഴ്സ് പോലെയുള്ള WHR റിവേഴ്സ് പോലെയുള്ള അവർ സൈക്കോളജിയും പൊളിറ്റിക്സും ആയിട്ട് വളരെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നായിട്ട് പറയപ്പെടുന്നു. ഹറോൾഡ് ലാസ്വെൽ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ പറയുന്നുണ്ട്, സൈക്കോ പാത്തോളജി ആൻഡ് പൊളിറ്റിക്സ്. അവർ സൈക്കോ പാത്തോളജിയും പൊളിറ്റിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്. സൈക്കോ പാത്തോളജി എന്ന് വെച്ചാൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഇതും പൊളിറ്റിക്സുമായുള്ള റിലേഷൻഷിപ്പ്. പ്രസൻറ്റ് സ്റ്റഡി ബേസ്ഡ് ഓൺ സൈക്കോളജിക്കൽ പ്രിമിസസ്. ഈ സൈക്കോ പാത്തോളജി എന്ന് പറയുന്നത് എപ്പോഴും സൈക്കോളജിയുടെ ബേസിലാണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇലക്ഷൻ വോട്ടിന് ആൾക്ക് വോട്ട് ചെയ്യുന്നു, സൈക്കോ പാത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ടു ഹൈലൈറ്റ് മനുഷ്യൻ്റെ ഹാബിറ്റുകൾ എന്താണ്, മനുഷ്യൻ്റെ നാച്ചർ എന്താണ്, അതനുസരിച്ചിട്ടല്ലേ നമ്മളെ സ്റ്റേറ്റൊക്കെ ഉണ്ടാകുന്നത്, അതനുസരിച്ചിട്ടല്ലേ നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ പാഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊളിറ്റിക്കൽ ഇവൻസിന് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ഉണ്ടാകുന്നത് നമ്മുടെ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, സൈക്കോളജിക്കൽ ഇവൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമ്മുടെ മനസ്സിലല്ലേ, നമ്മുടെ പ്രവർത്തികളല്ലേ, നമ്മുടെ ഉപബോധ മനസ്സിലല്ലേ ഇതെല്ലാം ഉണ്ടാകുന്നത്, അതനുസരിച്ചിട്ടല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ പൊളിറ്റിക്കൽ കൾച്ചർ ഓഫ് എ പീപ്പിൾ ഈസ് എ ഫോംഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ടാകുന്നത്, അതായത് ഞാൻ ഇന്ന പാർട്ടിയിലുള്ളവനാണ്, ഞാൻ ഇന്ന വിശ്വാസത്തിലുള്ളവനാണ്, ഇന്ന ഐഡിയോളജിയിലുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നത് സൈക്കോളജിക്കൽ ഫാക്ടർ ഉള്ളതുകൊണ്ടാണ്. സൈക്കോളജിക്കൽ ഫാക്ടറാണ്. ഇറ്റ് ഈസ് നൗ പോസിബിൾ ഫ്രം ദ പൊളിറ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ടു സ്റ്റഡി പബ്ലിക് ഒപ്പീനിയൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക്കൽ ബിഹേവിയർ, അതായത് നമ്മളിപ്പോൾ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പേ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് പോയി പറയുന്നത് എന്താണ്? ഓരോ ആൾക്കാരെ പോയി കണ്ടിട്ട് അയാളുടെ ബിഹേവിയർ പറയും, അയാളുടെ ബിഹേവിയർ പഠിക്കും, സൈക്കോളജിക്കൽ ബിഹേവിയർ പഠിക്കും. അപ്പം തന്നെ മനസ്സിലാവും അയാൾക്ക് ആരാണ് വോട്ട് കൊടുത്തത്, ആരാണ് അയാൾ ജയിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. അതിൽ നിന്നാണ് നമ്മൾ പൊളിറ്റിക്സിനെ ആരാണ് ജയിക്കുന്നതെന്ന് കണ്ടെത്തുന്നത്. ഇനി പൊളിറ്റിക്കൽ സയൻസും എത്തിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്?
പൊളിറ്റിക്കൽ സയൻസും എത്തിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസേൺഡ് ഗുഡ് ആൻഡ് ബാഡ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യൻ്റെ നന്മ എന്താണ്, മനുഷ്യൻ്റെ തിന്മ എന്താണെന്ന് അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് ബാഡ്, വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് ബാഡ് എന്ന് തീരുമാനിക്കുന്നതാണ്. മെൻ പൊസസ് എ സർട്ടൻ മോറൽ നോംസ് ദ ബേസിക് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന് ബേസിക്കായിട്ട് കുറേ മോറലായിട്ടുള്ള, മനുഷ്യന് ബേസിക്കായിട്ട് കുറേ ബേസിക് ആയിട്ടുള്ള നോംസ് മനുഷ്യനുണ്ട്. മനുഷ്യനെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. മനുഷ്യന് റൈറ്റ് എന്തെന്നറിയണം, റോങ് എന്തെന്നറിയണം, വാട്ട് ഈസ് ജസ്റ്റ് എന്തെന്നറിയണം, വാട്ട് ഈസ് ജസ്റ്റിസ് എന്തെന്നറിയണം, വാട്ട് ഈസ് ഇൻജസ്റ്റിസ് എന്തെന്നറിയണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നോമാണ്. മനുഷ്യനെന്ന് പറയുമ്പോൾ അങ്ങതാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്താ, എത്തിക്സ് ഹെൽപ്പ് ടു റിയലൈസ് മോർ ക്ലിയർലി ദാൻ വി ഡു നോ ദ നാച്ചർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് മോറൽ കോൺഷ്യസ്. എത്തിക്സ് പഠിക്കുമ്പോൾ നമുക്ക് വരുന്ന എന്താണ്, നമുക്ക് ഈ പറഞ്ഞ ആ പോയിന്റുകളെല്ലാം മോർ ക്ലിയർലി ആക്കുക എത്തിക്സ് പഠിക്കും. എന്താണ് മൊറാലിറ്റി, എന്താണ് റൈറ്റ്, എന്താണ് റോങ്, എന്താണ് ജസ്റ്റിസ്, എങ്ങനെ പ്രവർത്തിച്ച് എത്തിക്കലി ജീവിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എത്തിക്സ് പറയുന്നു. ദെയർഫോർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തിയറീസ്റ്റ് ഏൻഷ്യൻ്റ് ടൈം ഹാവ് ട്രൈഡ് ടു ഇൻ്റഗ്രൽ ഐഡിയ ഓഫ് ഡിഫറെൻറ്റ് ഫാക്ട്സ് ഓഫ് മാൻസ് ലൈഫ് വിത്ത് സർട്ടൺ എത്തിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് മുതലേ പറയുന്നത് ഈ പൊളിറ്റിക്കൽ ലൈഫ് ചെയ്യുന്ന ആൾക്കാർ, പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ ബേസിക് എത്തിക്സ് ക്വാളിറ്റികൾ ഉള്ളവരായിരിക്കണം. അവർ ബേസിക് എത്തിക്കൽ നോംസ് ഉള്ളവരായിരിക്കണം. മറ്റൊരു മനുഷ്യൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് പെരുമാറുമ്പോൾ, മറ്റു മനുഷ്യൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ നിൽക്കുന്നതെങ്കിൽ ദേ ഹാവ് സർട്ടൺ എത്തിക്കൽ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് എത്തിക്സ് തമ്മിൽ ബന്ധമാവുന്നത്. പ്ലാറ്റോ അരിസ്റ്റോട്ടിലും എപ്പോഴും പറയുന്നുണ്ട് ഒരു എല്ലാ സ്റ്റേറ്റും എത്തിസൈസ് ചെയ്യണമെന്ന് വെച്ചാൽ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പോകണം. സ്റ്റേറ്റ് നീതി ഉണ്ടായിരിക്കണം, ന്യായം ഉണ്ടായിരിക്കണം, ജസ്റ്റിസ് ഉണ്ടായിരിക്കണം, ഗുഡ് ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പാർട്ട്ണർഷിപ്പ് ഓഫ് വെർച്യു ആയിരിക്കണം, നന്മയുടെ ഒരു ഭാഗമായിരിക്കണം. ആൻഡ് ഓൾസോ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് നമുക്ക് ഗുഡ് ലൈഫ് അറ്റൈൻ ചെയ്ത് തരാനാണ്. ഇതൊക്കെ തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസിലും പഠിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് വാല്യൂഡ് പൊളിറ്റിക്കൽ സയൻസ് ആവണമെങ്കിൽ, വാല്യൂ ബേസ്ഡ് പൊളിറ്റിക്കൽ സയൻസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് മേ ബി നമ്മൾ എത്തിക്സും പൊളിറ്റിക്കൽ സയൻസിനകത്ത് നമ്മൾ എത്തിക്സും പഠിക്കണം. അതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പ്രധാനമായിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഭവങ്ങൾ.